ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളും ട്രിക്കുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിത് ഗ്യാസ് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് വെണ്ണൂറും, നമ്മൾ പറയും വെണ്ണൂറെന്ന്, ചാരെന്ന് പറയും ഓരോ സ്ഥലത്ത്, അതും കുറച്ച് എന്തെങ്കിലും ഒരു ലിക്വിഡ്, ഡിഷ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ചുമരൊക്കെ ക്ലീനാക്കുന്ന ആ ഒരു ലിക്വിഡാണ് കേട്ടോ. അതെടുത്തിട്ട് ഇതാ നന്നായി ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ. ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഉരച്ചാലും മതി. അങ്ങനെ ആകുമ്പോൾ കൈക്ക് വല്ലാതെ ഒരു ഇത് വരില്ല. അപ്പം ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് പോകുന്നുണ്ടോയെന്ന്. അപ്പം നന്നായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായി എന്തോ തിളച്ച് ചിന്തിയപ്പോൾ പിടിച്ചതായിരുന്നു. അങ്ങനെ നന്നായി പോയി കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ഉരച്ച് ക്ലീനാക്കി നോക്കതാ. അപ്പം ഞാനത് ഉരച്ചെടുത്ത് നോക്കുമ്പോൾ നന്നായി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സമയം ഉരച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടും പോകും. പിന്നെ സമയമില്ലാത്തത് കൊണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ നല്ല ഗ്യാസ് അടുപ്പ് ക്ലീനായി കിട്ടും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോഴിമുട്ട പുഴുങ്ങാൻ ഇടുകയാണെന്നുണ്ട്, അതിൽ ഒരു നുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാതിരിക്കട്ടോ. അടുത്ത ടിപ്പ്, ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊരു തേങ്ങാമുറി എടുത്തിരുന്നു. അത് നല്ല തണുപ്പാണല്ലോ. അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ അവിടെ ഒരു 5 മിനിറ്റ് വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ ചിരകാനെടുത്തു. അപ്പം നമുക്ക് അപ്പം പൊട്ടിച്ച തേങ്ങൻ്റെ അതേ ഒരു പോലെ കിട്ടിയിട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നമുക്ക് കേടുകൂടാതെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണേൻ്റെ തപ്പൊക്കെ നോക്കണം കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ തപ്പൊക്കെ പൊട്ടിയിട്ട് ഒരുപാട് വെളിച്ചെണ്ണ നമ്മൾ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മേശമേലും റാക്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് ഉറുമ്പുണ്ട്. ആ ഉറുമ്പിനെ നമുക്ക് എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു ഡിഷ് വാഷ് ഒരു ലേശം എടുക്കുക. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ചുകൂടി അതേ അളവിൽ തന്നെ നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും സാധനം ഉണ്ടാക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതും മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഉണ്ടാക്കിയത്. ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉറുമ്പ്, ഈച്ച എല്ലാം ഈ പരിസരത്ത് പോലും കാണൂല വില കേട്ടോ. നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതിനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, എല്ലാവരും പേടിച്ച് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പൊടികളും ചളികളും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് ആ സൊല്യൂഷൻ. അങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനിവിടെ ഞാൻ കുറേ പഴക്കായൊരു അരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ അരിപ്പൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എച്ചിൽ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ ചായയൊക്കെ അരിച്ചുമ്പോൾ പിന്നെ എടുക്കാതെയൊക്കെ ആകുമ്പോൾ അതവിടെ ഇങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ച് കിടക്കുമല്ലോ. അതൊന്ന് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിതാ വിനാഗിരി കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് അപ്പക്കാരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേരുമ്പോൾ തന്നെ അതിന് വേറൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പതിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കുറേ സമയം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചളികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കൂടുതലൊക്കെ അരിപ്പയിൽ അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് തന്നെ വെച്ചിട്ടാൽ മതി. രാവിലെ എടുത്തൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ മതി. പിന്നെ അതവിടെ ശരിക്ക് ക്ലിയറായി കിട്ടിക്കോളൂ കേട്ടോ, ക്ലീനായി കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചുങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ തന്നെ അത് അതിൻ്റെ വേസ്റ്റും ചീത്ത കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ നടുവിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായി ഒന്നിങ്ങനെ ഞെരടി കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, അതിങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് പഴക്കമുള്ള അരിപ്പാണ് കേട്ടോ. നമ്മളിത് എടുക്കാറില്ല കേട്ടോ. വേറെ 2 ഉള്ളത് കൊണ്ട് തന്നെ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന അരിപ്പയും കൊണ്ടുവന്ന് ഞാൻ ആ വെള്ളത്തിലിട്ടിട്ട് തന്നെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലൊന്നും കൂടുതലൊന്നും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിൽ അരിപ്പയിൽ ഇങ്ങനെ കച്ചറകളും വേസ്റ്റൊക്കെ ഉണങ്ങി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലൊരു ഇതാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിൽ കണ്ടില്ല നിങ്ങൾ ചളീൻ്റെ പൊടികളൊക്കെ കാണുന്നു. ഇതുപോലെ ക്ലിയറാക്കി എടുത്തോളേണ്ടിട്ടോ. എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാകുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ 3 അരിപ്പയും ഞാൻ നന്നാക്കി ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കേട് വന്ന പഴം ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട. ഇതുകൊണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ മറന്നു കിടന്നതായിരുന്നു, അതാണിതിങ്ങനെ. അങ്ങനെ കൊത്തളങ്ങ ഒക്കെ ആർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി മുറിച്ചിട്ടതിന് ശേഷം ഞാനിവിടെ മുട്ട പുഴുങ്ങിയപ്പോൾ മുട്ടത്തോട് എടുത്ത് വെച്ചിരുന്നു. ആ മുട്ടത്തോടും പിന്നെ അതുപോലെ തന്നെ ചായൻ്റെ നമ്മൾ ഉപയോഗിച്ച് ചണ്ടി ഉണ്ടാവുമല്ലോ, അരിച്ചെടുത്ത ചണ്ടി, ആ ചണ്ടിയും കൂട്ടിയിട്ട് നമുക്ക് ഇതൊരു വളമാക്കി എടുക്കാം കേട്ടോ. ഉപയോഗിച്ച് എടുത്ത് വെച്ച, അതായത് വേസ്റ്റ് കളയാൻ എടുത്ത് വെച്ച ഉള്ളിൻ്റെ തോലും കൂട്ടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലൊരു വളമാണ് കേട്ടോ ഇത്. കറിവേപ്പിലയ്ക്ക്, പച്ചമുളക്, അതുപോലെ തന്നെ ചെടികൾക്ക്, കറ്റാർവാഴ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കറിവേപ്പിലക്കൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓരോ ബിസി കാരണം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശേഖരിച്ച് വെച്ച് ഞാനത് ഇന്ന് കറിവേപ്പിലക്കും കറ്റാർവാഴക്കും ഒക്കെ ഞാൻ വളമിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യണേ. നല്ലൊരു വളമാണ് കേട്ടോ ഇത് ചെടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തഴച്ച് വളരും കേട്ടോ അവർ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ടിപ്സുകളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.